ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യുവജന സംഘടന ശ്രമിച്ചത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും അങ്ങനെ ഒരു യുവജന സംഘടന ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഏതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇത് അദ്ദേഹം ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചതും ഒരു സൈബർ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ തന്നെ ബഹുമാനപ്പെട്ട ഗൗരവമുള്ളൊരു കാര്യമാണ്. ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷന്റെ തന്നെ ഒരു പരാതി ഉണ്ടായിട്ടുണ്ട്. ആ പരാതി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി ഉപയോഗിച്ചു എന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ക്രൈം നമ്പർ 1490/2023 അണ്ടർ സെക്ഷൻ 468, 465 IPC 66C IT ആക്ട് എന്ന കേസ് രജിസ്റ്റർ ചെയ്യുകയും തിരിച്ചറിയൽ കാർഡ് വ്യാജമായി സമയം കളയണ്ട, അങ്ങ് പറഞ്ഞോ. അവിടെ ഇരിക്കേ, പ്ലീസ് പ്ലീസ്. അദ്ദേഹം പറയട്ടെ പ്ലീസ്. അദ്ദേഹം പറയട്ടെ. അവിടെ പോയിരിക്കെ ക്വസ്റ്റ്യൻ അവർ ചോദ്യം ചോദിക്കാൻ പറ്റും. പ്ലീസ്, അംഗങ്ങൾ അവിടെ പോയിരിക്കണം. ചെയറിലേക്ക് ചെല്ല്. പ്ലീസ് അവിടെ ഇരിക്കും. ചെയറിലേക്ക് ചെല്ല്. പ്ലീസ് ചെയറിലേക്ക് ചെല്ല്. യെസ്. സർ, ഞാൻ ഈ മറുപടി പൂർണ്ണമായിട്ടും കേൾക്കാനുള്ള ക്ഷമയുണ്ടാവുന്നതല്ലേ? പ്ലീസ്. യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി ഉപയോഗിച്ചു എന്ന ശ്രീ VK സനോജ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ക്രൈം നമ്പർ 1490/2023 അണ്ടർ സെക്ഷൻ 468, 465, 471 IPC 66C IT ആക്ട് എന്ന കേസ് രജിസ്റ്റർ ചെയ്യുകയും തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിക്കാൻ ഉതകുന്ന ആപ്ലിക്കേഷൻ പോലീസ് സൈബർ ഡോമിന്റെ സഹായത്തോടെ ഈ ആപ്പ് നിർമ്മിച്ച പ്രതികളായ ജെയ്സൺ തോമസ്, രാകേഷ് അരവിന്ദ് എന്നിവരെ കണ്ടെത്തുകയും ചെയ്തു. അതാണിത് സൈബർ കുറ്റകൃത്യമാണ് എന്ന് പറയുന്നത്. ഒരു ആപ്പിന്റെ സഹായത്തോടു കൂടിയാണ് വ്യാജ കാർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. സർ, പ്രതികളുടെ പക്കൽ നിന്ന് വ്യാജ ID, അവ നിർമ്മിക്കാൻ ഉപയോഗിച്ച ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസ് ഇപ്പോൾ അന്വേഷണത്തിലാണ്. ഇതേ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ പരാതിയിലുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിൽ നടന്നു.